ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന തണ്ണിമത്തൻ കൊണ്ടുള്ള നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല രസമാണ് ഇതിൽ നിന്ന് തന്നെ സെർവ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. പിന്നെ ഈ ഒരു ഡ്രിങ്ക് കുറേ പേർക്കൊക്കെ അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. ഞാൻ തന്നെ കഴിഞ്ഞ റമദാനിന് ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ നല്ല കമൻറ്റ്സ് തന്നിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തോടിൽ തന്നെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആവും. അപ്പോൾ തണ്ണിമത്തൻ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോടിൽ തന്നെ നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ആദ്യം. എന്നിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പിയിലോട്ട് നമ്മൾ നല്ലോണം പഴുത്ത നല്ല കളറുള്ള തണ്ണിമത്തൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല മധുരമുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ തോടുന്ന ഇതുപോലെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഷ്ണങ്ങളൊന്നും മിക്സ് ആവാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് മാറ്റിയിട്ട് തോട് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ വീണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ബൗൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് മാത്രം എടുക്കാം. ഇതിൽ ഫില്ല് ചെയ്യാൻ ആവശ്യത്തിലുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുത്തിയെടുക്കണം. തണ്ണിമത്തൻ നല്ലോണം കുത്തിയെടുക്കുക. അതിലോട്ട് പഞ്ചസാര ഒന്നും ചേർക്കണ്ട. നമ്മൾ പഞ്ചസാരയ്ക്ക് അല്ലെങ്കിൽ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കുത്തിയെടുത്താൽ മതി. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തണ്ണിമത്തൻ ഇടുന്നതിലും ടേസ്റ്റ് നല്ലോണം കുത്തി ഉടച്ചിട്ട് ചെറിയ ചെറിയ പീസ് തണ്ണിമത്തൻ കഷ്ണങ്ങൾ കടിക്കുമ്പോഴായിരിക്കും. എന്നാലേ അതിൽ നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തേങ്ങാപ്പാലൊക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം, തണ്ണിമത്തൻ്റെ സീഡ് ഉണ്ടല്ലോ, കുരു, അത് ഒരുപാടൊന്നും ചേർക്കണ്ട. കാണുമ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് കുടിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ആ തോടിലോട്ട് നമ്മളിപ്പോൾ കുത്തി ഉടച്ചിട്ടുള്ള തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തോട് കൂടിയിട്ടാണ് ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കും വേണ്ട കേട്ടോ. അതായത് മധുരമൊന്നും നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചിട്ടുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. ഇപ്പോൾ 2 കപ്പ് എടുത്തോളൂ, ഒരു കറക്റ്റ് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതലാണ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പാലെടുക്കാം, പാക്കറ്റ് പാലൊക്കെ എടുക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റ് തേങ്ങാപ്പാൽ എടുക്കുമ്പോഴാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. പക്ഷേ മധുരം പോവാണ്ട് നോക്കാം കേട്ടോ. അത്യാവശ്യം മധുരത്തോട് കൂടിയിട്ട് കുടിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നല്ല പുറത്ത് ചൂടുള്ള സമയമാണ് ഇപ്പോൾ നാട്ടിലൊക്കെ. അപ്പം ആ സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കാൻ കിട്ടുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ത്രില്ലായിരിക്കും. അപ്പം ഇതുവരെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കുടിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു ഡ്രിങ്ക് ഞാൻ കഴിഞ്ഞ നോമ്പിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് തണ്ണിമത്തൻ്റെ തോടിൽ തന്നെ ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യാമെന്നാണ്. അതും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഇപ്പം നല്ല ചൂടല്ലേ പുറത്ത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് ഇപ്പം ചോദിക്കുന്നുണ്ട് വ്ളോഗ് എന്താ ഷെയർ ചെയ്യാത്തതെന്ന്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നും വിചാരിക്കരുത്, ഇപ്പോൾ കുറച്ചൊരു തിരക്കിലാണ്, കുറച്ച് ആഴ്ചകളായിട്ട് ഒന്ന് തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഒന്നും ഇടാണ്ടിരിക്കുന്നതിലും നല്ലതല്ല റെസിപ്പി ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നത്. അപ്പം വ്ളോഗുമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീക്കിൽ തന്നെ നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.